Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wala tuwassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. Today we are moving to the new chapter, that is chapter 6, parallel lines. Chapter 6, parallel lines. And did you heard about parallel lines? We already heard about parallel lines. അല്ലേ? കേക്ക് മാത്രമല്ല നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. what do you mean by parallel lines? What are the specialities of parallel lines? Parallel lines never intersect each other, അല്ലേ? or meet each other. രണ്ട് parallel lines തമ്മിൽ intersect ചെയ്യുകയോ മീറ്റ് ചെയ്യുകയോ ചെയ്യില്ല. Then what about parallel lines? Alternate angles in parallel lines are ഈക്വൽ, അല്ലേ? രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്നൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ്. ആൻഡ് ഇതിൽ കൂടുതലായിട്ട് വലുതായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. സോ we already know what is parallel lines, and in this chapter we have two properties about these parallel lines. And the first one is when we draw, that is parallel division. Okay, when we draw three parallel lines, നമ്മൾ ഇങ്ങനെ പാരലൽ ലൈൻസ് വരയ്ക്കുകയാണ്. ഇതാണ് പാരലൽ ലൈൻസ്. ഇത് എത്ര ലെങ്ത് കൂട്ടി കൊടുത്താലും അത് തമ്മിൽ മീറ്റ് ചെയ്യുകയോ ഇൻ്റർസെക്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, ആൻഡ് നമ്മൾ മൂന്ന് പാരലൽ ലൈൻസ് വരയ്ക്കുകയാണ്. ആൻഡ് നമ്മൾ ദെൻ വി ആർ കട്ടിങ് ടു ട്രാൻസ്വേഴ്സ് ലൈൻസ്. ടു ലൈൻസ് കണ്ട് നമ്മൾ ആ ത്രീ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്തുകൊണ്ട് രണ്ട് ലൈൻസ് വരയ്ക്കുകയാണ്. ഓക്കെ, ആൻഡ് ഈ ലൈൻ നമുക്ക് വി ക്യാൻ ഗിവ് ഇറ്റ് എസ് L1 ആൻഡ് ദിസ് ലൈൻ വി ക്യാൻ ഗിവ് ഇറ്റ് എസ് L2, ലൈൻ 1 ആൻഡ് ലൈൻ 2. ആൻഡ് ഇവിടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ്സിനെ നമുക്ക് എന്ത് കൊടുക്കാം? അവിടെ മീറ്റ് ചെയ്യുന്ന നമുക്ക് ഈ ഒരു പോയിന്റിനെ എ എന്നും ഇതിനെ ബി എന്നും കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൻഡ് നമുക്ക് ഈ L2നെ ഇവിടെ എക്സ് എന്നും ഇവിടെ വൈ എന്നും കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഇത് തമ്മിലുള്ള റേഷ്യോസ് ഈക്വൽ ആണെന്ന് പറയാം. അതായത് in the parallel lines, 3 or more parallel lines cut any two lines in the same ratio. അപ്പോൾ സെയിം റേഷ്യോയിലായിരിക്കും നമ്മുടെ പാരലൽ ലൈൻസ് എന്താണ് കട്ട് ചെയ്യുന്നത്, പാരലൽ ലൈൻസിനെ ആ ഒരു ലൈൻ കട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദിസ് ലൈൻ മീറ്റ്സ് ദി ത്രീ പാരലൽ ലൈൻസ് ആൻഡ് ദാറ്റ് ദിസ് L1 കട്ട്സ് ദ പാരലൽ ലൈൻസ് ഇൻറ്റു A:B റേഷ്യോ. ഈ L1 എന്ന് പറയുന്നത് ഈ പാരലൽ ലൈൻസിനെ A:B എന്നുള്ള റേഷ്യോയിലാണ്. ഇതിനെ ഇത്രയും നമ്മൾ A എന്ന് കൊടുക്കുവാണ്, ഇതിനെ ഇത്രയും ഈ ഒരു ലെങ്തിനെ നമ്മൾ B എന്നും കൊടുക്കുവാണെങ്കിൽ ദിസ് A/B ഈസ് ഈക്വൽ ടു, ദെൻ ഇതിനെ ഇത്രയും നമ്മൾ എക്സ് എന്നും ഈ ഇത്രയും പോയിന്റിനെ നമ്മൾ വൈ എന്നും കൊടുക്കുകയാണെങ്കിൽ ദിസ് A/B ഈസ് ഈക്വൽ ടു X/Y എന്ന് നമുക്ക് പറയാം. രണ്ട് ലൈൻസിൽ അത് സെയിം റേഷ്യോയിലായിരിക്കും ആ ത്രീ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് A/B ഈസ് ഈക്വൽ ടു X/Y ഓർ A:B ഈസ് ഈക്വൽ ടു X:Y എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, സോ A:B ഈസ് ഈക്വൽ ടു X:Y എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് ഇതിനകത്ത് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് തിങ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ ട്രയാങ്കിൾ ആൻഡ് പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസും ട്രയാങ്കിളും തമ്മിലുള്ള റിലേഷനാണ് അടുത്തത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, നമ്മൾ ഇതിനകത്ത് ഒരു ലൈൻ ഈ രണ്ട് സൈഡിനെയും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈനും വരയ്ക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള പോർഷന് A എന്നും ഇവിടുന്ന് ഇവിടം വരെയുള്ള പോർഷന് B എന്നും കൊടുക്കുന്നു. ദെൻ ഇവിടെയും സെയിം അതുപോലെ ഈ ലൈനിന് ഇവിടം വരെ എക്സ് എന്നും ഈ ലൈനിന് ഇവിടം വരെ Y എന്നും കൊടുക്കുന്നു. ദെൻ വി ക്യാൻ സേ ദാറ്റ് A:B or A/B ഈസ് ഈക്വൽ ടു X/Y, that is X:Y. A:B is equal to X:Y എന്ന് പറയാം. ആൻഡ് ഇഫ് യു ഡ്രോ എ ലൈൻ ജോയിനിങ് ടു ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ, അതായത് ഈ രണ്ട് ലൈൻ സൈഡ്സിനെയും മീറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ദെൻ ദാറ്റ് ലൈൻ വിൽ പാരലൽ ടു ദിസ് ലൈൻ.
അപ്പോൾ ട്രയാങ്കിളിൻ്റെ അതർ സൈഡിന് പാരലൽ ആയിരിക്കും ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ആ ഒരു ലൈൻ. ഇനി ഇതിനെ കുറിച്ച് നമുക്ക് കുറേ പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. ആ പ്രോബ്ലംസ് എല്ലാം പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി എന്തുവാന്ന് ഫൈൻഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് തിങ് ഈസ് ടെക്സ്റ്റിനകത്തുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. Three or more parallel lines cut any two lines in the same ratio. അതുപോലെ if three or more parallel lines cut a line into equal parts, they will cut any line into equal parts. അപ്പോൾ എന്താണ്, 3 or more parallel lines ഒരു ലൈനിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ that will cut any line into equal parts. പിന്നെ അതുപോലെ അത് ഏതൊരു ലൈനിനെയും ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദെൻ നമുക്ക് നോക്കാം, how will you divide a line 5 cm long into, ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ലൈനിനെ ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു 5 cm ലോങ് ഉള്ള ലെങ്ത് ഉള്ള ഒരു ലൈനിനെ നമ്മൾ എങ്ങനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 5 cm ആകുമ്പോൾ അതിനെ എങ്ങനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടില്ല. സോ നമുക്കതിന് we have 3 or 4 steps to draw that to divide a line. that is നമുക്ക് 5 cm ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ ബി എന്ന് പറയുന്ന 5 cm ലെങ്തിൽ നമുക്കൊരു ലൈൻ ആദ്യം വരയ്ക്കുക. ഓക്കെ, ദെൻ ഡ്രോ ലൈൻ എ സി ഫ്രം എ, ദാറ്റ് ഈസ് എയിൽ നിന്നും എ സിയിലോട്ട് ഒരു 6, ഇത് 5 cm എടുത്താൽ നമ്മളൊരു 6 cm ലെങ്തിൽ എ സി എന്ന് പറയുന്ന ഒരു ലൈൻ നെക്സ്റ്റ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, അതായത് താഴത്തെ ഇതിൽ നിന്നും 1 cm കൂട്ടിയിട്ട് ഒരു എ സി വരയ്ക്കുക. ഡിവൈഡ് എ സി ഇൻറ്റു 3 ഈക്വൽ ഹാഫ്സ് ആൻഡ് പാർട്സ് ഓഫ് ലെങ്ത് 2 cm അല്ലേ. 3 ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് 5 cm ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം എ സി ഒരു 6 cm ഡ്രോ ചെയ്യുന്നു. എന്നിട്ട് അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പാർട്സ് എത്ര വീതം വരും, 6/3 എടുത്താൽ മതി, 2 cm വീതം വരും അല്ലേ. അപ്പോൾ ഓരോ 2 cm നമ്മൾ അതിനെ കട്ട് ചെയ്യുക, പാർട്ടാക്കുക. ദെൻ ഡ്രോ ലൈൻസ് പാരലൽ ടു സി ബി ആൻഡ് passing through the points of equal division. that is ഈ സിയും ബിയും കൂടെ കണക്റ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, അതുപോലെ അടുത്ത് വരുന്ന ആ ഒരു നമ്മൾ സെപ്പറേറ്റ് ചെയ്തില്ല 2 cm വീതം സെപ്പറേറ്റ് ചെയ്ത ആ ലൈൻസ് എല്ലാം താഴോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, we will get 3 lines divide, we will get the 5 cm ലെങ്ത് ഉള്ള ആ ലൈനിനെ നമുക്ക് 3 ഈക്വൽ ഹാഫ്സ് ആക്കി കിട്ടും. ഈക്വൽ ഹാഫ്സ് ആക്കി കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു, ഒരു ലൈനിനെ എങ്ങനെ ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ, അപ്പോൾ 5 cm ഒരു ലൈൻ ഒരു ലെങ്തിൽ തരുകയാണ്. ഡ്രോ എ ലൈൻ 5 cm ലോങ് ആൻഡ് കട്ട് ഇൻറ്റു 3 ഈക്വൽ പാർട്സ് ആയിട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ എ ബി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഏതെങ്കിലും നെയിം കൊടുത്ത് 5 cm ലെങ്തിൽ സ്കെയിൽ എടുത്ത് മെഷർ ചെയ്ത് 5 cm ലെങ്ത് വരയ്ക്കുക. ദെൻ ആ 5നേക്കാളും 1 cm കൂട്ടിയിട്ടിട്ട് എ സി എന്ന് പറയുന്ന വേറൊരു ലൈൻ വരയ്ക്കുക. ദെൻ അത് നമുക്ക് 6 cm ആകുമ്പോൾ അതിൻ്റെ 3 ഈക്വൽ പാർട്സ് എടുക്കുമ്പോൾ നമുക്ക് 2 വീതം കിട്ടും അല്ലേ. അതിൽ സംശയമില്ലല്ലോ. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് 2 കിട്ടും. 2 പാർട്സ് ആക്കി കിട്ടും. അതിനെ നമുക്ക് 3 പോർഷനായിട്ട് 2 cm വീതമുള്ള 3 പോർഷൻസ് എടുക്കുക. എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക, ഓരോ 2 മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്യുന്ന പോയിന്റിൽ നിന്നും താഴത്തെ എ ബിയിലോട്ട് നീട്ടി വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇതിപ്പം 3 ഈക്വൽ പാർട്സ് വന്ന് 4 വരികയാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ വരയ്ക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് വി ഹാവ് 2 എക്സസൈസസ് ഇൻ ദിസ് ചാപ്റ്റർ. ആ എക്സസൈസ് എല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, സോ പാരലൽ ലൈൻസ് ഇതൊക്കെയാണ് പാരലൽ ലൈൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷനായിട്ട് നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കാനുള്ള. ഇൻഷാല്ലാ പ്രോബ്ലംസ് വി ക്യാൻ ഡു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. അസ്സലാമു അലൈക്കും.